CPM-ന്റെ പോലീസ് മുറ അതിര് കടക്കുകയാണ്. UDF-ന് മാത്രം ഉന്നം വെച്ചുകൊണ്ടുള്ള ഈ പോലീസ് മുറ മുഖത്തേക്ക് ടോർച്ചടിച്ച് വലിച്ചു പുറത്തേക്കിടുന്നതിലേക്ക് വരെ നീങ്ങുമ്പോൾ അതിന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നുകൂടി മനസ്സിലാക്കണം. 8 കോളം വാർത്ത സൃഷ്ടിച്ച് എല്ലാ വഴികളിലും UDF-നെ തളയ്ക്കുക എന്നതാണ് ഉദ്ദേശം. അതിനാദ്യം പോലീസ് ലോഡ്ജിൽ കയറി എന്നും അതും കോൺഗ്രസിന്റെ 2 വനിതാ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരുടെ മുറികൾ തെരഞ്ഞു പിടിച്ചുകൊണ്ടാണ് പോലീസിന്റെ മുറയിൽ തുണികളൊക്കെ വലിച്ചു വാരി കൂട്ടിയിട്ട് പരിശോധന നടത്തുന്നത്. എന്നാൽ ഒരു തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് വിലയുള്ള വോട്ടിന് വേണ്ടിയിട്ടാണ് നോട്ടിറക്കുന്നുണ്ട്, പെട്ടിയിലാക്കി പല മുറികളിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ പോലീസിന് ഈ CPM പോരാളികൾ ചോർത്തിക്കൊടുത്തിയത്. കേട്ട പാതി കേൾക്കാത്ത പാതി വോട്ട് അട്ടിമറിക്കുന്നു എന്ന് പറഞ്ഞാണ് പോലീസും എത്തിയത്. എന്നാൽ ഇവിടെ CPM മാത്രമല്ല, അവർക്ക് ഒത്താശ പാടാനായി BJP-യും ഉണ്ടായിരുന്നു എന്നതൊക്കെ പിറ്റേ ദിവസം പുലർച്ചെ പകൽ വെളിച്ചത്തിലെല്ലാം പകൽ പോലെ മനസ്സിലായതിന് പിന്നാലെയാണ് ഇന്നലത്തെ പാതിരാത്രിയുള്ള അടുത്ത പോലീസ് മുറ. ഇന്ന് പ്രിയങ്ക നിലമ്പൂർ മണ്ഡലത്തിലെ ചൂട് പിടിപ്പിക്കാനും പ്രചാരണം കൊഴുപ്പിക്കാനും കേരളത്തിലേക്ക് എത്തുന്നതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ ഒരു നീക്കം പോലീസ് നടത്തുന്നത്. ഈ കാര്യത്തെക്കുറിച്ചൊക്കെ നിലമ്പൂരിന്റെ സ്ഥാനാർത്ഥി കാര്യമായി തന്നെ ഇതെല്ലാം ഒപ്പിയെടുക്കാൻ വന്ന മാധ്യമപ്പടയെ മുന്നിൽ നിർത്തി പറയുന്നുണ്ട്. എന്നെ പരിശോധിക്കുകയാണെങ്കിൽ എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത് എന്റെ ഷുഗറും BP ഒക്കെ ഒന്ന് പരിശോധിക്കണം എന്നുള്ളതാണ്. നിലമ്പൂര് ഞാൻ പോകുന്ന വഴിക്കൊക്കെ കാണുന്നുണ്ട്. MLA-മാരും MP-മാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ മുഴുവൻ ആളുകളും നിലമ്പൂരുണ്ട്. ഒരാളുടെയും പെട്ടി ഇതുവരെ പരിശോധിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഇടതുപക്ഷ MLA-മാരുടെയും MP-മാരുടെയും ഒന്നും പെട്ടി പരിശോധിക്കാൻ ചിലപ്പോൾ കേരള പോലീസിന് അതിനുള്ള ധൈര്യം കാണൂലായിരിക്കാം. ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലും പെട്ടി പരിശോധിക്കണ്ട എന്ന് പറഞ്ഞില്ലല്ലോ, കൂടുതൽ പരിശോധിക്കാനാണ് പറഞ്ഞത്. പക്ഷെ ഇതുകൊണ്ടൊന്നും നിലമ്പൂരിലെ ജനങ്ങളുടെ ജനവിധി മാറ്റിമറിക്കാൻ നിങ്ങൾ പെട്ടി പരിശോധിച്ചിട്ടും അതല്ലെങ്കിൽ വീട് പരിശോധിച്ചിട്ടും ഇതൊക്കെ നിങ്ങൾ അവസാനം തോറ്റ് അവസാനമാകുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ഓരോ സംഭവവികാസങ്ങളാണ്. പാലക്കാട് ഇതേപോലെ സംഭവിച്ചില്ലേ? നമ്മുടെ 2 വനിതാ കേരളത്തിന് അറിയപ്പെടുന്ന 2 വനിതാ പ്രമുഖ നേതാക്കന്മാരുടെ അർദ്ധരാത്രി അവർ താമസിക്കുന്ന ലോഡ്ജ് കയറിയിട്ടല്ലേ പരിശോധിക്കാൻ പോയത്? ഒരു വനിതാ പോലീസും ഇല്ലാതെ. എന്താ അവിടെ ഉണ്ടായ തെരഞ്ഞെടുപ്പ് വിധി? എന്താ? 3000 വോട്ടിന് ഷാഫി ജയിച്ച മണ്ഡലത്തിൽ 18,000 വോട്ടിന് ജയിച്ചു. എല്ലാവരുടെ പെട്ടി നിങ്ങൾ പരിശോധിച്ചോ? ഇനിയും പെട്ടി ഞങ്ങൾ തുറന്നിട്ട് തരാം നിങ്ങൾക്ക് പരിശോധിക്കാൻ. പക്ഷേ നിങ്ങൾ പെട്ടി പരിശോധിച്ചും ഭീഷണിപ്പെടുത്തിയും പീഡിപ്പിച്ചും ഒന്നും നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയുമെന്ന് ഇടതുപക്ഷം വിചാരിക്കേണ്ട. നിലമ്പൂരിലെ ജനങ്ങൾ അത് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി പ്രകടമാണ്. നിലമ്പൂരിന്റെ ചരിത്രത്തിലില്ലാത്തൊരു ഭൂരിപക്ഷത്തിന് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിജയിക്കും. അല്ല, അതൊന്നും ഞാൻ വീഡിയോ കണ്ടിട്ടില്ല. അവരൊരിക്കലും പരിശോധിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു നിങ്ങൾ കേട്ടോ? ഏത് പരിശോധിക്കാൻ പാടില്ല, ഞാൻ MLA ആണ്, പരിശോധിക്കാൻ പാടില്ല, ഞാൻ MP ആണ് എന്ന് അവരാരെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടോ? ഇല്ലല്ലോ. കൂടുതൽ പരിശോധിക്കാനാണ് പറഞ്ഞത്. ഇനിയും പെട്ടി പരിശോധിച്ചോളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇന്ന് ആഭ്യന്തര പോലീസിന് ഏതെങ്കിലും ഒരു ഇടതുപക്ഷ MLA-യുടെയും MP-യുടെയും പെട്ടി പരിശോധിക്കാനുള്ള ധൈര്യം ഉണ്ടോ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇല്ല ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ചർച്ച വഴി മാറ്റാൻ നിങ്ങൾ ഓരോന്ന് കൊണ്ടുപോകുന്നതല്ലേ? അവർ വീണ്ടും പറഞ്ഞത് എന്താ? പെട്ടി പരിശോധിക്കാനല്ലേ ഇവിടെ പോയത്? പെട്ടി കൂടുതൽ പരിശോധിക്കാനല്ലേ പറഞ്ഞത്? ഇനിയും അവർ പെട്ടി പരിശോധിച്ചോട്ടെ. ഇനി എവിടേക്കാ പരിശോധിക്കേണ്ട പരിശോധിക്കട്ടെ. അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. സ്വാഭാവിക പരിശോധനയാണെങ്കിൽ ഇവിടെ 10 ഇടതുപക്ഷത്തിന്റെ 50 MLA-മാരും ഇവിടെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരും ഇവരൊക്കെ ഇവിടെ നിലമ്പൂരുണ്ടല്ലോ. ആരുടെയെങ്കിലും പെട്ടി പരിശോധിച്ചായിട്ട് നിങ്ങൾ കണ്ടോ? ഇല്ലല്ലോ. സ്വാഭാവിക പരിശോധനയാണെങ്കിൽ എല്ലാവരുടെയും പരിശോധിച്ചായിട്ട് കാണണ്ടേ? ഓക്കെ, നമ്മൾ പരിശോധിച്ചാൽ നമുക്ക്, കാരണം എനിക്ക് അല്ലെങ്കിൽ തന്നെ എനിക്ക് പെട്ടി മാത്രമല്ല, എന്നെ പരിശോധിക്കുകയാണെങ്കിൽ എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത് എന്റെ ഷുഗറും BP ഒക്കെ ഒന്ന് പരിശോധിക്കണം എന്നുള്ളതാണ്.